ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ യാതൊരു തരത്തിലുള്ള അഴിമതി നടന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അന്ന് സുധാകരൻ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലപാടുള്ള ഒരു CPM നേതാവാണ്. അതുകൊണ്ട് തന്നെ സ്വർണം കണ്ടാൽ മഞ്ഞളിക്കുന്ന ഒരു കണ്ണല്ല അദ്ദേഹത്തിനുള്ളത് എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ജി സുധാകരൻ്റെ കാലത്ത് പരമാവധി ദേവസ്വത്തെ നന്നാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതി ആരോപണമില്ല. പക്ഷേ അതിനുശേഷം വന്ന ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡുകളുമാണ്, ഇടതുപക്ഷത്തിൻ്റെ ബോർഡുകളാണ് ഈ അഴിമതിക്ക് കൂട്ടുന്നത്, ഈ സ്വർണ്ണപ്പാളിക്ക് കൂട്ടുനിന്നത്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഇനി 6 മാസമുണ്ട്. ഈ 6 മാസത്തിൽ എന്തൊക്കെ രാഷ്ട്രീയമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പൊളിറ്റിക്സിൽ ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ, രാഷ്ട്രീയത്തിൽ ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും ജി സുധാകരൻ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ, CPM-നകത്ത് നടക്കുന്ന ഏകാധിപത്യ പ്രവണതയും ജി സുധാകരനെ പോലെയുള്ള കറകളഞ്ഞ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റിനെ ഒതുക്കാൻ വേണ്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഒതുക്കാൻ വേണ്ടി ആലപ്പുഴയിലും സംസ്ഥാനത്തും നടക്കുന്ന ഗൂഢാലോചനകളാണ് അദ്ദേഹം പരസ്യമായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആലപ്പുഴയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ CPM-ന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ഒതുക്കി ആക്ഷേപിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത്. ജി സുധാകരനെ പോലെയുള്ള 2 ഇടതുപക്ഷ സർക്കാരുകൾ, പിണറായി സർക്കാരുകൾ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ജി സുധാകരൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ ഫലം കിട്ടിയത് ഇടതുപക്ഷ മുന്നണിക്കാണ്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ വലിയ സഹായം ചെയ്ത ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് നടന്ന പ്രവർത്തനങ്ങളാണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ ആളുകൾ, അല്ലെങ്കിൽ പുതിയ CPM-ൻ്റെ നേതൃത്വ രംഗത്തേക്ക് വന്നിരിക്കുന്നവരെല്ലാം ജി സുധാകരൻ, ഇത് തന്നെയാണ് അച്യുതാനന്ദനോടും ചെയ്തത്, ഇത് തന്നെയാണ് ഗൗരിയമ്മയോടും ചെയ്തത്, അതിപ്പോൾ സുധാകരനോടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ആലപ്പുഴയുടെ CPM-ൻ്റെ ഒരു പാരമ്പര്യമാണ്. ജനകീയ നേതാക്കളെ ഒതുക്കുക, അവരെ നശിപ്പിക്കുക, അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യുക എന്നുള്ളത് CPM-ൻ്റെ ഒരു നയമാണ്. പ്രത്യേകിച്ചും ആലപ്പുഴയിലാണ് അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അത് ഗൗരിയമ്മയുടെ കാര്യത്തിലായിരുന്നാലും, VS അച്യുതാനന്ദൻ്റെ കാര്യത്തിലായിരുന്നാലും, ഇപ്പോൾ ജി സുധാകരൻ്റെ കാര്യത്തിലായിരുന്നാലും സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് അങ്ങനെ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ആർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ, ആന്റണി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ, കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും അയ്യപ്പ ഭക്തന്മാർ കൂടുതലായി ശബരിമലയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ശബരിമലയിലെ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ, അതോടൊപ്പം തന്നെ ശബരിമലയുടെ മാനുവലിനെതിരായി ഒരു നടപടിയും UDF-ൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. UDF സർക്കാർ അധികാരത്തിൽ പുറത്തു പോയിട്ട് 10 വർഷമായി. ഈ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് UDF-നെതിരായി അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനോ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇന്ന് ശബരിമല വിഷയത്തിൽ ആരോപണത്തിൻ്റെ ചക്രായത്തിൽ കഴിയുന്ന LDF-നെ രക്ഷിക്കുവാൻ വേണ്ടി ചില മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് അടിസ്ഥാനരഹിതമാണ്.